നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 17-ാം തീയതി കാർത്തിക നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികകാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾക്ക് അവസരം ലഭിക്കാനോ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത നേട്ടം കൈവരിക്കാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. പല കാര്യങ്ങളും നമ്മളിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ കൂടുതൽ വില കൽപ്പിക്കാനും അത് കേൾക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. പ്രസംഗകർക്കൊക്കെ ഇന്നത്തെ ദിവസം അവരുടെ മേഖലയിൽ ശോഭിക്കാനെല്ലാം സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകേരമര ഈ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളും ഒത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും വിശേഷ ആഹാരങ്ങളെല്ലാം കഴിക്കാനുള്ള അവസരങ്ങളെല്ലാം ഇന്ന് ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. ഭാഗ്യം ഉള്ളൊരു ദിവസമായിട്ട് തന്നെ ഇന്നത്തെ ദിവസം കണക്കാക്കാം. പല രീതിയിൽ പണം വരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ എത്തിച്ചേരാനും സമ്മാനങ്ങൾ ലഭിക്കാനും വിദേശ യാത്രക്കുള്ള ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിദേശ യാത്രക്കുള്ള അവസരങ്ങളെല്ലാം ലഭിക്കാനും ഇന്നത്തെ ദിവസം യോഗം കൂടുതലാണ്. അത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ളവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ചെറിയ ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. മിഥുനരാശി മകേര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചിലവുകൾ അധികമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പണം നഷ്ടം വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണമിടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ ചെയ്യാനും യോഗം കാണുന്നുണ്ട്. ദൈവാധീനമുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇഷ്ടമില്ലാത്ത ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലും ലഭിക്കാനുള്ള ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അത്തരം അവസരങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രത്തിലെല്ലാം ദർശനം നടത്തുന്നത് നന്നായിരിക്കും. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് സ്വയം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് എല്ലാം കൂടുതൽ നേട്ടങ്ങൾ നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ പല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ദമ്പതികൾ തമ്മിലോ പാർട്ട്ണർമാർ തമ്മിലോ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടിപിടി വഴക്കുകൾ പോലും ഉണ്ടാവാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കൂടുതലാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് വിട്ട് കഴിയേണ്ടി വരാനും യോഗം കാണുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിലൊന്നും ഭയപ്പെടാനുള്ള ആരോഗ്യസ്ഥിതിയെല്ലാം തൃപ്തികരമായി തുടരുകയും ചെയ്യും. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ധാരാളം പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാനോ സമ്പാദിക്കാനോ ഒക്കെ യോഗമുള്ളൊരു ദിവസമാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എളുപ്പം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനോ ഒക്കെ യോഗമുള്ളൊരു ദിവസമാണ്. പ്രവർത്തന രംഗത്തെല്ലാം കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. ആരോഗ്യ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. വീട്ടിൽ ചില അസ്വസ്ഥതകളെല്ലാം ഉണ്ടാവാനും സാധ്യത ഇന്നത്തെ ദിവസം കൂടുതലാണ്. ചില എതിർപ്പുകളെല്ലാം പങ്കാളിയിൽ നിന്നും ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നടക്കുന്ന ഒരു ദിവസമാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾക്കെല്ലാം തയ്യാറാവുന്നതും നല്ലതായിരിക്കും. എന്നാൽ ബന്ധുക്കളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള ഇടപാടുകളെല്ലാം മാറ്റി നിർത്തുകയും അവരുമായിട്ട് അല്പം അകലം സൂക്ഷിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളെല്ലാം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ കാര്യത്തിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പങ്കാളിയും നമ്മളുടെ കെയർ കിട്ടുന്നില്ല, നമ്മൾ പരിഗണിക്കുന്നില്ല പങ്കാളിയെ എന്നുള്ള പരാതിയൊക്കെ പങ്കാളിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പുതിയ ഒരു കാര്യത്തിനും ഇന്ന് ശ്രമിക്കാതിരിക്കുക. തൊഴിൽപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാവാനും തൊഴിൽ ചിലപ്പോൾ നിർത്തിവെക്കേണ്ടി വരാനോ അല്ലെങ്കിൽ മുടങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. നിലനിൽക്കുന്ന ബിസിനസ്സിനെല്ലാം ചില പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടും കരുതലോടും മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നതാണ്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യുക. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല സഹകരണങ്ങളും പലരുമായിട്ട് ഒപ്പുവെക്കാനും കരാറുകളിൽ ഏർപ്പെടാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലാഭകരവും ഗുണകരവും ഭാഗ്യകരവുമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പങ്കാളിയെ കൊണ്ടും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു ദിവസമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാനും യോഗം കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ടും നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാർ ഇന്നത്തെ ദിവസം വളരെ സൂക്ഷിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ആവശ്യമില്ലാത്ത ദേഷ്യം വരാനും അതുമൂലം കലഹവും തർക്കവും ഒക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ടെൻഷൻ ഇന്നത്തെ ദിവസം കൂടുതലായിരിക്കും. മനക്ലേശത്തിനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ചെറിയ ജലദോഷം, പനി പോലുള്ള ചെറിയ ജലജന്യ രോഗങ്ങളൊക്കെ അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതും പരിചയമില്ലാത്ത ആളുകളുമായിട്ടുള്ള തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പല സഹായങ്ങളും ബന്ധുക്കളിൽ നിന്ന് ലഭിക്കാനും പാർട്ട്ണറിൽ നിന്ന് ലഭിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പങ്ക് കച്ചവടം എല്ലാം ലാഭകരമായിട്ട് മാറും. ജലവുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, പാല് അല്ലെങ്കിൽ കടലിൽ നിന്നുള്ള ഫിഷൊക്കെ ആയിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർമാർക്കെല്ലാം അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശോഭിക്കാനുള്ള സാധ്യതയൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരട്ടാതി, മുക്കാൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നേരത്തെ തീരുമാനിച്ചിരുന്ന യാത്രകളെല്ലാം വിജയകരമായിട്ട് മാറുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള ആവശ്യത്തിനും ചില ഔദ്യോഗിക യാത്രകളെല്ലാം ഗുണകരമായിട്ടും നേട്ടമുണ്ടാക്കാനും സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ശ്രമിക്കാവുന്നതാണ്. പഴയ വാഹനം മാറ്റണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കുറേ കാലമായിട്ട് അങ്ങനത്തെ വിചാരം മനസ്സിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വായ്പകളും അനുവദിച്ച് കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മീനൻ രാശി പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. അവിചാരിതമായ പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ സാധിക്കും. പല മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല രീതിയിലുള്ള ബിസിനസ് തുടങ്ങാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പല അവസരങ്ങളും ഇന്ന് തേടി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പങ്കാളിയെ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമാണ്. ഓഹരി ഇടപാടുകളിലെല്ലാം നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, ഭൂമിയിൽ നിന്നുള്ള ആദായം, കാർഷിക നേട്ടങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. പല കാര്യങ്ങളും ശുഭകരമായിട്ട് മാറുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ചെറിയ ചെറിയ വിഘ്നങ്ങളൊക്കെ ചില കാര്യങ്ങൾക്കുണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഈശ്വരാധീനമുള്ള ഒരു ദിവസമാണിന്ന്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.